നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ് വരാണ്ട് മലയാളത്തിൽ മാത്രം ട്രൈ ചെയ്യാല്ലേ? അപ്പൊ അപ്സര റെഡി അല്ലേ? ഇംഗ്ലീഷിന്റെ ഒരു വേർഡ് പോലും, ഒരു കുഞ്ഞു വേർഡ് യെസ് എന്ന് പോലും പറയാൻ പാടില്ല. പിന്നെ നമ്മൾ ചോദിക്കുന്ന, ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അറിയില്ല, ഓർമ്മയില്ല, മറ്റത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനും കൃത്യമായിട്ട് ആൻസർ തന്നിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ അപ്സര, നമ്മുടെ സിനിമ തിയേറ്റേഴ്സ് തുറക്കാൻ പോവാണ്. സിനിമ തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയൂ. മുന്നുണ്ടായിരുന്ന തിയേറ്റർ എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ പോയിട്ടുണ്ട് ഞാന്. എവിടെ? കടയില, ചന്തയില? അല്ല, സിനിമ. തോറ്റോളൂ, ഡാൻസ് കാണാലോ. അടുത്ത ചോദ്യം, ഇനി അടുത്ത ചോദ്യം രാജേഷിനോട് ചോദിക്കാം. ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം എന്താണ്? ഐസ്ക്രീം എല്ലാം കഴിക്കും. എന്തെല്ലാം കഴിക്കും? മാങ്ങയുടെ ഐസ്ക്രീം, മാങ്ങയുടെ രുചിയുള്ള ആഹാരം. ഒരുപാട്. സലാഡ് ഏതാണ് ഇഷ്ടം? ഏത് സലാഡാണ് കൂടുതൽ കഴിക്കാറുള്ളത്? ഏതാണ് ഏറ്റവും ഹെൽത്തിയസ്റ്റ് സലാഡ്? പച്ചക്കറികളെല്ലാം കൂടി മുറിച്ച് വെച്ച ഈ മിശ്രിതം ഞാൻ കഴിക്കും. എല്ലാം കഴിക്കും. പക്ഷെ ഐസ്ക്രീം ഏത് കഴിക്കുന്ന പറഞ്ഞിട്ടില്ല. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാങ്ങ, ചക്കപ്പഴത്തിന്റെ തണുത്ത ക്രീം. ഇനി അടുത്തത് അപ്സരയുടെ എന്തായത് സൗന്ദര്യം, ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറയൂ. ബ്യൂട്ടി ടിപ്സ്. സൗന്ദര്യത്തിന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ക്രീമാണ് യൂസ് ചെയ്യുന്നത്? നൈറ്റിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ? കുഴമ്പാണോ? കുഴമ്പോ? എന്താ വയസ്സായോ? എല്ലിന് ചുണ്ടിൽ എന്താ ഇടാറുള്ളത്? നിറം അങ്ങനെ എനിക്ക് ജന്മന കിട്ടിയതാണ് ചേട്ടാ. ജന്മന കിട്ടിയതാണോ ഈ നിറം? അത് ശരി. അപ്പൊ ഈ മുടിയിൽ എന്താ ചെയ്തിരിക്കുന്നത്? മുടിയില് കാച്ചിയ എണ്ണ. ഇങ്ങനെ മുടി ഇങ്ങനെ ചുരുണ്ടതോ, അതിങ്ങനെ കുഴല് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിങ്ങനെ വൈദ്യുതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു സാധനം ഉണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊഴുതെന്നാ പറയുന്നത്. എന്താ ഉണ്ടാ? സമയം അയ്യോ, ഇത് ായിട്ട് പിടിച്ചു തിന്നു എന്റെ അമ്മോ. ഹൈലൈറ്റ് എന്റെ ഉണ്ടാ. അയ്യോ, ഷെയറിംഗ് ആയതുകൊണ്ട് നമ്മളിത് രാജേഷേനോട് കൊടുക്കാണ്. ഹലോ, പറ്റില്ല. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് ആദ്യം ഡയലോഗ് എഴുതി, പിന്നെ ഇങ്ങനെ പറയരുത്. പക്ഷെ നമ്മള് രാജേഷേനെ എങ്ങനെ തോപ്പിക്കും? അതാണ് എന്റെ ഒരു ടെൻഷൻ. അത് നോക്കാം. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിന് രാജേഷേനെ തോപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ഓക്കെ, രാജേഷേടന്റെ കോളേജിലെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രസതന്ത്രം. അത് ലാലേട്ടൻ സിനിമ. അതെ, രസതന്ത്രം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. രസതന്ത്രം പഠിപ്പിക്കാൻ, അതായത് അത് മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു? അല്ല, എനിക്ക് വേറെ ഭാഷകളും ഇഷ്ടമായിരുന്നു. ഭാഷകള്? അതെ. ഏത് ഭാഷകൾ? മലയാളം വളരെ ഇഷ്ടമാണ്. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഒരു വിദ്യാലയത്തിലാണ്. വിദ്യാലയത്തിലാണ്. വലിയ വിദ്യാലയം എന്ന് പറയും. എഴുതാൻ ഇഷ്ടമാണ് രാജേഷ്? എഴുതാൻ വളരെ ഇഷ്ടമാണ്. എന്തുപയോഗിച്ചാ എഴുതുന്നത്? ഞാൻ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ മഷിത്തണ്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. മഷിത്തണ്ട് നമ്മൾ മഷിയിൽ മുക്കി നമ്മൾ എഴുതുന്നതാണ് മഷിത്തണ്ട് വെച്ച് എഴുതുക എന്ന് പറയുന്നത്. ഞാൻ പഴയ കാലത്ത് ഞാൻ ഏകദേശം ഒരു എന്താണ് പറയാ, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് കൂടുതൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? അത് പറ. അത് ഞാൻ പഠിച്ചത് എന്താണ് പറയാ, ഇതിപ്പോ എന്താ പറയാ, ഒരു ഭാഷയാണ്. അന്യദേശങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ആംഗലേയ ഭാഷ എന്ന് പറയും.
ആണോ? ആംഗലേയ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. തെലുഗുവാണോ? അല്ല, ആംഗലേയ ഭാഷ എന്ന് പറയുമ്പോൾ പിന്നെ തെലുഗു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആണോ? ഓ, ശരി, ഭാഷ ആംഗലേയമാണ്. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് എന്താണ് ഇത്? ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രധാരണ എന്റെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് സാധാരണ എന്റെ ദേഹത്തിന് ഇണങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം ഞാൻ ധരിക്കും എന്നതേ ഉള്ളൂ. ഇതിന് ഞങ്ങൾ പറയുന്നത് വസ്ത്രധാരണം, അത്രയേ ഉള്ളൂ. ഏത് പ്രോഗ്രാമിലാണ് നമ്മൾ വന്നത്? നമ്മൾ ഏത് പ്രോഗ്രാമിലാണ്? ഇത് ചുവന്ന എന്താ പറയാ, ഒരു ചുവന്ന നിലമുള്ള സ്ഥലം. അല്ലല്ലോ, ഇത് കറുത്ത നിലവല്ലേ, പിന്നെ ഇവിടെ ചുമന്ന നിലം. ഇത് ചുവപ്പല്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താണ് കണ്ടു? ഇത് ഓക്കെ, പക്ഷെ ഇത് എന്താണ്? അതിനപ്പം കറുപ്പ്. ഈ റെഡ് കാർപ്പറ്റിൽ എത്ര വേർഡിങ്സ് ഉണ്ട് അത് പറ. എത്ര വാക്കുകളുണ്ടെന്നോ വാചകങ്ങളുണ്ടെന്ന് ചോദിക്കുകയാണോ നിങ്ങൾ? ഇത് പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ റെഡ് കാർപ്പറ്റ് മാറിയിട്ട് മാറുന്നു കഴിഞ്ഞു. രാജേഷേട്ടൻ ആള് ഭയങ്കര വില്ലനാണല്ലോ. ചില വാക്കുകൾ കിട്ടാതാവുമ്പോ അതിനെ എങ്ങനെയെങ്കിലും ആലോചിച്ചെടുക്കാനുള്ള ആ സംസാരം, എങ്ങനെയെങ്കിലും അത് നീട്ടാനുള്ള ഒരു കഴിവ്. നിങ്ങൾ ശരിക്കും ഒരു ആങ്കർ ആയിരുന്നല്ലോ. അതാണ് ഈ വാക്ചാതുര്യത്തിന്റെ. അമൃതയിലും ഞാൻ ആങ്കർ ആയിരുന്നു ഒരുപാട് വർഷങ്ങൾ. അടിപൊളി, അറിയില്ലായിരുന്നു. പക്ഷെ തകർത്തു. ഷെയറിംഗ് ഈസ് കെയറിംഗ് വാക്ക് ഞാൻ ഭയങ്കര കെയറിംഗ് ആണ്. മനസ്സിലായല്ലോ. സ്കോർ ചെയ്തിട്ട്